ചേച്ചി വോട്ട് ചെയ്തായിരുന്നോ? വോട്ട് ചെയ്തോ? എന്താണ് ഇപ്പൊ ഒരു ട്രെൻഡ് വെച്ചിട്ട് എന്താ തോന്നണേ? എന്ത് തോന്നുന്നു ചെയ്തു. ഇപ്പൊ നമ്മളെ പാലക്കാട് മണ്ഡലത്തില് സ്ത്രീകൾക്ക് വേണ്ടി എന്തെങ്കിലും ആരും MLA ആയിട്ട് വന്നാലും എന്തെങ്കിലും ചെയ്യണം എനിക്ക് പൊതുവെ എങ്ങനെ ആര് വന്നാലും ചെയ്യണം. സ്ത്രീകൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. ചെയ്യാം. എന്താണ് നിങ്ങളുടെ ആഗ്രഹം ഉണ്ടാവില്ല? ഇപ്പൊ ഞങ്ങളുടെ നാട്ടിൽ എങ്ങനെ? അതെ, കുറച്ച് എഡ്യൂക്കേഷനിൽ കുറച്ച് സപ്പോർട്ട് ചെയ്യണം. എനിക്കിപ്പോ അതാ പറയാ, എഡ്യൂക്കേഷനിൽ കുറച്ച് സപ്പോർട്ട് ചെയ്യണം. കുറച്ചും കൂടെ സീറ്റ് റിസർവേഷൻസ് വേണം. റിസർവേഷൻസ് കൂട്ടണം. റിസർവേഷൻ കൂട്ടല്ല, സീറ്റ് കൂട്ടണം. ചേച്ചിക്ക് എന്താ തോന്നുന്നത്? എല്ലാം നല്ലതായിട്ട് വരണം. ഇപ്പൊ നമുക്ക് 4-ാം തീയതി ശരിക്കും അറിയാം. വോട്ട് ചെയ്തു. ഇപ്പത്തെ ട്രെൻഡ് എന്താ തോന്നുന്നത്? ഇപ്പോഴത്തെ ട്രെൻഡ് UDF 100 സീറ്റിലധികം നേടി ഭരണത്തിൽ വരും. പിണറായി വിജയനെ അറബിക്കടലിലേക്ക് എടുത്തെറിയാൻ കേരള ജനത കാത്തിരിക്കുകയാണ്. പാലക്കാട് എന്തായിരിക്കും അവസ്ഥ? പാലക്കാട് പിഷാരടി നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും. ഉറപ്പിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പൊ നമുക്ക് 4-ാം തീയതി കാണാം. ഓക്കെ, വോട്ട് ചെയ്തോ? ഇത് എത്രാമത്തെ വോട്ടാന്ന് ഓർമ്മയുണ്ടോ? എന്റെ ഇപ്പൊ 74 വയസ്സായി. അപ്പൊ 5 വയസ്സ് തൊട്ട് വോട്ട് ചെയ്യണം. ആദ്യമായിട്ട് വോട്ട് ചെയ്ത ആളുടെ പേര് ഓർമ്മയുണ്ടോ? നിങ്ങളെ ജീവിതത്തിൽ ആദ്യമായിട്ട് വോട്ട് ആളുടെ പേര് ഓർമ്മയില്ല. അപ്പൊ ഇപ്പത്തെ ഒരു ട്രെൻഡ് എന്താ തോന്നുന്നത്? ഇപ്പത്തെ നമ്മളെ നിലവിലെ സൗകര്യമാണ്, കുഴപ്പമൊന്നുമില്ല. ട്രെൻഡ് ആര് വരുന്ന തോന്നുന്നത്? അതെനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ ഇവിടെ ഇല്ലാത്ത ആളെ, ഞാൻ പുറത്താണ്. ഓക്കെ, ചേച്ചി വോട്ട് ചെയ്തോ? വോട്ട് ചെയ്തു. ഇപ്പത്തെ ഒരു ട്രെൻഡ് എന്താണ് ചേച്ചിക്ക് എന്താ തോന്നുന്നത്? എന്തായാലും NMR വരുന്ന തന്നെയാണ്. NMR വരുന്ന തന്നെയാണ്. കേരളത്തിൽ എന്തായിരിക്കും? കേരളത്തിലും നമ്മുടെ പിണറായി വരും, തീർച്ചയായും വരും. എത്ര സീറ്റ് കിട്ടുന്നതാണ് ചേച്ചിക്ക് തോന്നുന്നത് LDF-ന്? ഭൂരിപക്ഷം കിട്ടും. ഭരിക്കാനുള്ള ഭൂരിപക്ഷം കിട്ടും എന്തായാലും, തീർച്ചയായും. പിണറായി എന്തായാലും വന്നിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 10 വർഷക്കാലത്ത് പിണറായി സർക്കാർ ചെയ്ത ചേച്ചിക്ക് തോന്നിയ ഏറ്റവും നല്ലൊരു കാര്യം എന്താണ്? നമ്മുടെ പെൻഷൻ, വാർദ്ധക്യ പെൻഷൻ, ഇതെല്ലാം കൂടുതൽ തന്നെയല്ലേ. പിന്നെ വയനാട് തന്നെ അതന്നെ ആലോചിക്കാൻ തന്നെയല്ലേ ഉള്ളത്. അപ്പൊ എന്തായാലും നമ്മുടെ പിണറായിനെ വരാനാണ്. വോട്ട് ചെയ്തോ? വോട്ട് ചെയ്തു. അപ്പൊ ഇപ്പത്തെ ഒരു ട്രെൻഡ് എന്താ ചേട്ടൻ എന്താ തോന്നുന്നത്? 3 പേരും ടൈറ്റിലാണ്. ടൈറ്റ് മത്സരമാണ്. വിചാരിക്കുന്നു പ്യാരി പഞ്ചായത്തിൽ എന്താണ് അവസ്ഥ? അപ്പൊ ഇനിയിപ്പോ ഈ പ്യാരി പഞ്ചായത്തിന് എന്ത് വികസനം കൊണ്ട് ആര് വന്നാലും എന്ത് വികസനം വരണമെന്നാണ് ചേട്ടന് തോന്നുന്നത്? ഇപ്പൊ റോഡിന്റെ വികസനങ്ങള്, പിന്നെ വിദ്യാഭ്യാസത്തിന്റെ ഓരോ കാര്യങ്ങൾ, കല്യാണ മണ്ഡപങ്ങള് വൃത്തിയായി വെക്കുകയാണെങ്കിൽ അതിന്റെയൊക്കെ ചേച്ചിക്ക് എന്താണ് തോന്നുന്നത്? അത് തന്നെ, വികസനം കൊണ്ടുവരണം. ഞങ്ങൾക്ക് ഇവിടെ പ്രായരി ഞങ്ങൾക്ക് 2 പെൺകുട്ടികളാണ്. അപ്പൊ മണ്ഡപത്തിന്റെ ഒക്കെ പണി കഴിഞ്ഞ് ഞങ്ങൾക്ക് പെട്ടെന്ന് അവിടെ ചെയ്യാലോ. വിദ്യാഭ്യാസ മേഖല കുറച്ചുകൂടെ ഒന്ന് മെച്ചപ്പെടുത്തണം. റോഡിന്റെ വികസനം നമുക്ക്. കേരളത്തിൽ എന്താ തോന്നുന്നു ചേട്ടൻ? ട്രെൻഡ് എന്താണ്? UDF തന്നെ വരുള്ളൂ തോന്നുന്നു. ഒരു മാറ്റം വേണം. അതാ വോട്ട് ചെയ്തോ? ചെയ്തു. ഇത് എത്രാമത്തെ വോട്ടാന്ന് ഓർമ്മയുണ്ടോ? ഓർമ്മയില്ല. ഇപ്പത്തെ ഒരു ട്രെൻഡ് എന്തായിരിക്കും? കേരളത്തില് UDF വരണം. ഓക്കെ, അപ്പൊ നിങ്ങൾ അതായത് സ്ത്രീകൾക്ക് വേണ്ടിട്ട് എന്തെങ്കിലും ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ? ഇല്ലല്ലോ, സ്ത്രീകൾക്കാണ് ചെയ്യണല്ലോ അവരുടെ പാതുകാപ്പ്. ഇപ്പൊ അങ്ങനെയല്ലല്ലോ. ഞാൻ 9 കൊല്ലം കൗൺസിലറായിരുന്ന ആളാ. അപ്പോൾ ഈ വാർഡൊക്കെ നല്ല പുരോഗമനത്തിൽ വന്നു. ഇനിയിപ്പൊ കേരളം നന്നായി കിട്ടണമെങ്കിൽ UDF തന്നെ വരണം. ഓക്കെ, 4-ാം തീയതി കാണാല്ലേ? പിന്നെ വോട്ട് ചെയ്തോ? വോട്ട് ചെയ്തു. എല്ലാം നല്ല ആവട്ടെ. വികസനങ്ങളും കാര്യങ്ങളും പാലക്കാട് നല്ല രീതിക്ക് വരട്ടെ. മറ്റുള്ളതിൽ വെച്ചിട്ട് നല്ല രീതിക്കുള്ള ഒരു പോളിംഗ് ആണ് ഇപ്രാവശ്യം പാലക്കാട് സംഭവിക്കുന്നത്. ആര് ജയിച്ചാലും നല്ലതാണ്. ചേച്ചി, അങ്ങനെ നമ്മുടെ പാലക്കാട് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ MLA യോ അല്ലെങ്കിൽ ഭരണാശം ചെയ്യണമെന്ന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ചേച്ചി? എല്ലാം നല്ലതായിട്ട് തന്നെ നടക്കട്ടെ. തമിഴ്നാട്ടിലെ പോലെ തന്നെ ഇവിടേക്കും ഭരണങ്ങളൊക്കെ കൊണ്ടുവരട്ടെ. എല്ലാ ആനുകൂല്യങ്ങളും എല്ലാം വരണം സ്ത്രീകൾക്കും. ബസ്സിലാണെങ്കിലും ഫ്രീ ടിക്കറ്റ്സ് കാര്യങ്ങളൊക്കെ ജയിച്ച കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ എല്ലാം ഓരോ ഇത് വരട്ടെ. ഓക്കെ, അപ്പോ എല്ലാരും മികച്ച പോളിംഗ് പാലക്കാട് കാഴ്ചവെക്കുക. എന്തായാലും പാലക്കാട് ഒരു മാറ്റം വരട്ടെ. എന്നാ ഇപ്പത്തെ ഒരു ട്രെൻഡ് എന്താ തോന്നണേ? ആര് വരുന്ന തോന്നണേ? അങ്ങനെ പറയാൻ വയ്യ. എല്ലാരെങ്കിലും വരാം. ഇത് എത്രാമത്തെ വോട്ടാന്ന് ഓർമ്മയുണ്ടോ? ഇവിടെയാ? അല്ല, ജീവിതത്തിൽ എത്രാമത്തെ വോട്ടാ ചെയ്യുന്നത്? ജീവിതത്തിൽ ഞാൻ വന്ന് തമിഴ്നാട്ടിലായിരുന്നു ആദ്യം. തമിഴ്നാട്ടില് 4-5-6 വോട്ട് മറ്റേ ചെയ്തു. അവിടെ ചെയ്തു? 6 10 വോട്ട് ചെയ്തു. അതിനുശേഷം ഇപ്പൊ ഇവിടെ വന്നിട്ട് 4-ാമത്തെ വോട്ടാ. ഓക്കെ, ചേച്ചി എനിക്കത്ര ഓർമ്മയില്ല. തമിഴ്നാട്ടിൽ തന്നെ ആയിരുന്നു വോട്ട്? തമിഴ്നാട്ടിൽ അപ്പം ഉണ്ടായിരുന്നു. ഇവരൊപ്പം തന്നെ അതിന് വന്നപ്പിന്നെ ഇവിടെയാണ് വോട്ട് ചെയ്യണം.
കേരളത്തിൽ ആര് വരുന്ന ചേട്ടന് തോന്നണേ ഒരു ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് വരാം. അതെ, മെയ് 4-ാം തീയതി തന്നെ. എത്ര കൂടുന്നത് അപ്പോൾ അത് നിശ്ചയിച്ചിട്ടില്ലേ ചെയ്യണം. ഓക്കെ. ഇവിടെ സാധാരണ UDF ആണ്. ഇപ്പോഴത്തെ ട്രെൻഡ് വെച്ച് UDF വരാനാണ് സാർ. UDF ആണ് പൊതുവെ സാധാരണ. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്താ ചേട്ടൻ എന്താ തോന്നുന്നത്? ഇപ്പോ പാലക്കാടിലെ ട്രെൻഡ് മറ്റേ കോൺഗ്രസിന്റെ കാര്യം അറിയാലോ, രാഹുലിന്റെ പ്രശ്നം കാര്യങ്ങൾ. പിന്നെ കോൺഗ്രസ്സിലെ ആളില്ല, സിനിമ ഫീൽഡിലുള്ള പിഷാടിനെ കൊണ്ടിട്ടു. അതേമാതിരി മാർക്സിസ്റ്റിലും ആളില്ല. അപ്പോൾ NMR റസാഖിനെ കൊണ്ട് നിർത്തി. അപ്പോൾ NMR റസാഖിനെ നിർത്തിയത് ഹോട്ടൽ മൂപ്പർക്ക് ഒരു പരസ്യമായി. അപ്പോൾ ശോഭാ സുരേന്ദ്രനാണ് ഒരു ചാൻസ് കാണുന്നത്. ഈ പ്രാരി പഞ്ചായത്തിൽ എന്ത് അടിസ്ഥാന സൗകര്യങ്ങൾ വരണം എന്നാണ് ചേട്ടന് തോന്നുന്നത്? ഇപ്പോൾ നമ്മുടെ പഞ്ചായത്ത് മണ്ഡപം പാസ്സായിട്ടുണ്ട്, ഇതുവരെ ഒന്നും ആയിട്ടില്ല. പിന്നെ അമ്പലക്കുളം, കക്കോട്ട് അമ്പലക്കുളം ഇതുവരെയായിട്ട് ഇത്രയും വർഷമായിട്ട് ഇതുവരെ നേരാക്കി എടുത്തിട്ടില്ല, ഒന്നും പണി കഴിഞ്ഞിട്ടില്ല. അതും ഒരു പ്രശ്നമാണ്. അതൊക്കെയാണ് മെയിൻ കാര്യങ്ങൾ. മെയിനായിട്ട് വരുന്നത്. കേരളത്തിൽ എന്താ തോന്നുന്നത് ചേട്ടന്? കേരളത്തിന്റെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് LDF 3.0 ആണോ അതോ UDF വരും? ഒരു മാറ്റം വേണം. ഒരു UDF തന്നെ വരട്ടെ എന്നാണ്. BJP എന്തായാലും വരില്ല. ചെയ്തു. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്താ തോന്നുന്നത് ചേട്ടൻ? എന്താ ആര് ഇപ്പോ ഒക്കെ കോമേഴ്സിലാ ഉള്ളത്. ഇനിയിപ്പോ നമ്മൾ ഒരു പ്രത്യേകിച്ച് ഒരാളെ പറയാൻ പറ്റില്ലല്ലോ. നമ്മളെല്ലാവരും പോയി 3 ഭാഗത്തും 3 ആൾക്കാരും എല്ലാ സൗഹൃദത്തോടെ പോകുന്ന ആൾക്കാരാണ്. ആരൊക്കെ ചെയ്ത് ആരൊക്കെ അത് ചോദിക്കാൻ പറ്റില്ല. പിന്നെ ട്രെൻഡ് വെച്ചിട്ട് ആര് ജയിക്കുന്നതാണ് തോന്നുന്നത്? അതാ പറയണത്. ഇപ്പൊ നമുക്കൊന്ന് വായു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ആര് ജയിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ എന്താ തോന്നുന്നത്? കേരളത്തിൽ ആര്? അത് ഇതേ പറഞ്ഞത് കേരളത്തിലല്ലേ, ഈ പാലക്കാട്ട് കാര്യമല്ലേ. ആര് വേണേലും വരാം. ആരും വരാല്ല. മുൻപൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ട്, 2 പേരുണ്ട്. അതിലാരും കൂടെ വരും. ഒന്ന് NMR വരും, അല്ലെങ്കിൽ പിഷാരടി, അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രൻ. ഒരാൾ വരും, എന്തായാലും വരും. വരട്ടെ. അപ്പൊ അതെ, ഇപ്പൊ ആർക്കായിട്ട് നമ്മൾ മുൻതൂക്കം കൊടുക്കുന്നില്ല. എല്ലാവരും നന്നായിരിക്കട്ടെ. അതെ, എല്ലാവർക്കും ഇപ്പൊ സപ്പോർട്ട് എല്ലാവർക്കും ഉണ്ട്. ആരും കൂടെ വിജയിക്കട്ടെ.